നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ലോകത്തെയും ലോക നേതാക്കളെയും പലരെയും തൻ്റെ ഉള്ളം കൈയിൽ അമ്മാനമാടാൻ കഴിവുള്ള ഒരു വ്യക്തി. അതിനുമപ്പുറം ലോകത്തെ എന്ത് കാര്യം ഏത് നാട്ടിൽ രാജ്യത്ത് നടത്തണമെങ്കിലും അതിന് ഒരു ബ്രോക്കർ എന്ന നിലയിൽ ഇടപെട്ട് അതിനെ നടത്താൻ ആ ലോകത്തെ നേതാവുമായി അഭേദ്യമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാനും ഒക്കെ മിടുക്കനാണ് പേര് കേട്ട എപ്സ്റ്റീൻ. അതായത് ജെഫ്രി എപ്സ്റ്റീൻ എന്നാണ് മുഴുവൻ പേര്. ഈ ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടും ഈ പേര് കുറച്ച് മാസങ്ങളായി തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് വിടും, ഇതുപോലെ ഇന്ത്യ ഞെട്ടും, നരേന്ദ്രമോദി രാജിവെക്കും, ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ, ഭീഷണികൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞു എപ്സ്റ്റീനുമായിട്ട് നരേന്ദ്രമോദിക്ക് എന്താണ് ബന്ധം എന്ന രീതിയിൽ ചോദിച്ചു. അപ്പോൾ അത്ര ഏറെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയ ആളാണ് ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ ചാരനാണോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ അമേരിക്കയുടെ FBI ആണ്. FBI റിപ്പോർട്ടിലാണ് ഇങ്ങനെ ഒരു പരാമർശമുള്ളത്. ഒരു സംശയമാണ് കേട്ടോ അത്. അമേരിക്കയിലെ കുപ്രസിദ്ധ കോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവാദം ഇതാണ്. ഈ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ബരാക്കിന് കീഴിൽ എപ്സ്റ്റീൻ ഒരു ചാരനായി പരിശീലനം നേടിയിരുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ FBI രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എപ്സ്റ്റീൻ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചതിന് യാതൊരു തെളിവുമില്ല എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, ഒരു ചാരസംഘം പ്രവർത്തിക്കുമ്പോൾ ആ ചാരനെ, ഇപ്പോൾ ഇന്ത്യയുടെ ചാരനാവട്ടെ, പാകിസ്ഥാനിൽ വെച്ച് പിടികൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇന്ത്യ പറയും ഇല്ല, നമുക്ക് ഒരു ബന്ധവുമില്ല, നമ്മുടെ ചിലപ്പോൾ ഇന്ത്യക്കാരനായിരിക്കും, പക്ഷേ നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല, പട്ടാളമായിട്ടൊരു ബന്ധവുമില്ല, സൈന്യമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയും. എല്ലാ രാജ്യവും അങ്ങനെ തന്നെയാണ്. ഒരു ചാരനെ, അതാണ് ചാരൻ എന്ന് പറഞ്ഞത്. ഈ ഒരു രാജ്യത്തിൻ്റെ ചാരനായി അവിടുത്തെ ഇൻ്റലിജൻസിലെ ആരെങ്കിലും ഒരു വ്യക്തിയോ പട്ടാള ഉദ്യോഗസ്ഥരോ ആരെങ്കിലും വേഷം മാറി അല്ലെങ്കിൽ പല രൂപത്തിൽ മറ്റൊരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മാതൃരാജ്യം ഒരിക്കലും അത് ഞങ്ങളുടെ ആളാണ്, ഞാനാണ് ചെയ്തത്, നമ്മളാണ് അയച്ചത് ചാരപ്രവർത്തിക്ക് വേണ്ടി എന്ന് ഒരു രാജ്യവും സമ്മതിക്കില്ല. അതുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞത് ലോകം അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുമില്ല. ഒരു രഹസ്യ വിവര കൈമാറുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് FBI റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചകൾക്ക് ആധാരമായിരിക്കുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടലുകൾ നടന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് ഈ എപ്സ്റ്റീനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു വ്യക്തി പങ്കുവച്ചത്. ഈ റിപ്പോർട്ട് പ്രകാരം ഹാർവാർഡ് ലോ പ്രൊഫസർ അലൻ ഡെർഷോവിറ്റ്സും എപ്സ്റ്റീനും തമ്മിലുള്ള ഫോൺ കോളുകൾ ഈ വ്യക്തി നിരീക്ഷിച്ചിരുന്നു. അതിൽ നിന്നും ഈ സംഭാഷണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന് കൈമാറിയിരുന്നു എന്നും പറയുന്നുണ്ട്. എപ്സ്റ്റീൻ മൊസാദിൻ്റെ ഒരു സഹകാരി ആയിരിക്കാം എന്നാണ് താൻ കേട്ട സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലായതെന്നാണ് ഈ കേന്ദ്രത്തിൻ്റെ വക്താവ് പറയുന്നത്. എപ്സ്റ്റീന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായും ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും അത് സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി FBI വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാദപരമായ മറ്റു പല ആരോപണങ്ങളും ഈ രേഖയിലുണ്ട്. പ്രൊഫസർ ഡെർഷോവിറ്റ്സിന് മൊസാദുമായി ബന്ധമുണ്ടെന്നും സിലിക്കൺ വാലിയിലെ ഒരു വെഞ്ചർ ഫേമിനെതിരെ സാങ്കേതിക വിദ്യ മോഷ്ടിച്ചുവെന്ന ആരോപണവും ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്ണറുടെ കുടുംബത്തിന് ഇസ്രായേലുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന പരാമർശവും ഇതിലുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്കൊന്നും കൃത്യമായ തെളിവുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം എപ്സ്റ്റീനും യഹൂദ് ബരാക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇരുവരും ദീർഘകാലമായി സമ്പർക്കം പുലർത്തിയിരുന്നതായും എപ്സ്റ്റീനെ പലതവണ കണ്ടിട്ടുണ്ടെന്നും ബരാക്ക് സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ തെറ്റായ രീതിയിലുള്ള യാതൊരു ബന്ധവും തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ബരാക്കും എപ്സ്റ്റീനും തമ്മിലുള്ള അടുത്ത ബന്ധം എപ്സ്റ്റീൻ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതിന് തെളിവില്ല എന്ന് നെതന്യാഹു പറഞ്ഞു. ഒപ്പം തൻ്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ ബരാക്ക് ദീർഘകാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോപിച്ച നെതന്യാഹു രാഷ്ട്രീയ
വലിയ കടന്നാക്രമണം നടത്തി. എപ്സ്റ്റീൻ ഒരു ചാരനായിരുന്നു എന്ന അവകാശവാദം നിലവിൽ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ മാത്രമാണ് ഉള്ളത്. ഇസ്രായേൽ സർക്കാർ ഇത് നിഷേധിച്ചതോടെ കേസ് വെറും ആരോപണ പ്രത്യാരോപണങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാലും ഈ എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ലോകത്ത് ഇത് ഒരു കോടീശ്വരൻ മാത്രമല്ല, ഇതുപോലെ പല ഏർപ്പാടുകൾ നടത്തി നിരവധി പേരെ കൊടുക്കാനും അല്ലെങ്കിൽ പല കാര്യങ്ങളും നേടിക്കൊടുക്കാനും നേടിയെടുക്കാനും ഒക്കെ പല ലോക നേതാക്കളും ഉപയോഗിക്കുന്നത് എപ്സ്റ്റീൻ അല്ലെങ്കിൽ എപ്സ്റ്റീനെ പോലുള്ളവരെയാണ് എന്നുള്ളൊരു സത്യമാണ്. അങ്ങനെ ഈ അടുത്ത കാലത്തായി എപ്സ്റ്റീൻ വിവാദം ഇങ്ങനെ ഇത്തരത്തിൽ കത്തി നിൽക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വന്നിട്ടുള്ളത്. എപ്സ്റ്റീൻ ഒരുപക്ഷെ മൊസാദിൻ്റെ ചാരനാകാം എന്നൊരു സംശയമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനാണ് സാധ്യത. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.